ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ഓട്ടോവ്ലോഗ് ചാനൽ. ഇപ്പം എല്ലാവരുടെയും ഒരു ആദിയാണ്, പെട്രോൾ വാഹനം ഉപയോഗിക്കുന്ന എല്ലാവരുടെയും ഒരു ആദിയാണ് എത്തനോൾ കലർന്ന പെട്രോളാണ് നമ്മൾ അടിക്കുന്നത്. E20 പെട്രോളാണ് അടിക്കുന്നത്. അതായത് 2023 മുന്നേ പ്രൊഡ്യൂസ് ചെയ്ത എല്ലാ വാഹനങ്ങളും E20 പെട്രോൾ കോമ്പാറ്റബിൾ അല്ല എന്നുള്ള രീതിയിൽ നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് വാഹനത്തിന് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇനി അത് ഭാവിയിലേക്ക് എങ്ങനെ ബാധിക്കും തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ നമ്മുടെ മനസ്സിനെ ഇങ്ങനെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിനെപ്പറ്റിയാണ് പറയുന്നത്. ഫ്ലെക്സ് ഫ്യൂവൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത് പൊതുവെ. അതായത് പെട്രോൾ 80%, 20% എത്തനോൾ അല്ലെങ്കിൽ മെത്തനോൾ എന്ന് പറയാം. അപ്പോൾ ഈ എത്തനോൾ അല്ലെങ്കിൽ മെത്തനോൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് കരിമ്പിൽ നിന്ന് അല്ലെങ്കിൽ ചോളത്തിൽ നിന്നൊക്കെയാണ്. അപ്പോൾ ഇതിന് കുറച്ച് ഗുണങ്ങളുമുണ്ട്, അതിനേറെ ദോഷങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പഴയ വാഹനങ്ങളിൽ ഇത് അടിക്കുകയാണെങ്കിൽ, പെട്രോൾ അടിക്കുന്ന സമയത്ത് വാഹനങ്ങൾക്കുണ്ടാകുന്ന ദോഷങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്നതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു വിഷയം ആരംഭിക്കാം. ഇതിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ഇതിന് അന്തരീക്ഷ മലിനീകരണം കമ്പയർഡ് ടു പെട്രോൾ നോക്കുകയാണെങ്കിൽ അന്തരീക്ഷ മലിനീകരണം എത്തനോൾ ആയതുകൊണ്ട് കുറയാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്നുള്ളതാണ്. അത് ഇതിന്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഇത് പോസിറ്റീവായിട്ട് പറയാം. അതുപോലെ രണ്ടാമത്തെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറയ്ക്കാം. ഇപ്പൊ ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിന് പെട്രോൾ ഉൽപ്പാദിപ്പിക്കുന്ന അതിന്റെ അളവ് ഗണ്യമായി കുറയ്ക്കുകയും എത്തനോൾ പൂർണ്ണമായിട്ട് ഇപ്പൊ 20% എത്തനോൾ ആണെങ്കിൽ അത് 85 പോകും. പിന്നെ പൂർണ്ണമായിട്ടും 100% എത്തനോളിൽ പോവുകയും ചെയ്യും. അങ്ങനെ ക്രൂഡ് ഓയിലിന്റെ ഇറക്കുമതി കുറയ്ക്കാമെന്നുള്ളതാണ്. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ഇത് കർഷകർക്ക് ഗുണമാണ്. അപ്പൊ അവരുടെ കരിമ്പും ചോളവും ഒക്കെ കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് അവർക്ക് കർഷകർക്ക് ഗുണം, അവർക്ക് കൂടുതലായിട്ട് ഇത് വാണിജ്യ അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് ഒരു ഗുണം തന്നെയാണ്. ഇത് മൂന്നും ഇതിന്റെ ഗുണമായിട്ട് പറയുന്നതാണ്. പിന്നെ ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ മൈലേജ് വാഹനത്തിന്. ഇപ്പൊ ഞാനിപ്പോ എന്റെ പഞ്ചിലാണ് ഇരുന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇതിന് ഞാൻ കുറച്ച് നാള് മുന്നേ, അതായത് 2026-25 ജൂണിലൊക്കെ മുന്നേ തന്നെ എനിക്ക് ഈ വാഹനം സിറ്റിയിൽ ഡ്രൈവിങ്ങിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പ്രധാനമായിട്ടും സിറ്റിയിലാണ് ഉപയോഗിക്കുന്നത്. ഒരു 11 തൊട്ട് 12 വരെയൊക്കെ സിറ്റിയിൽ കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഈ ഒരു ടാറ്റ പഞ്ചിന് ഇപ്പോൾ 9 മാക്സിമം 9 അല്ലെങ്കിൽ 10 മാക്സിമം, അതിനുള്ളിൽ സിംഗിൾ ഡിജിറ്റിലാണ് മിക്കവാറും 9 അല്ലെങ്കിൽ 10 മാക്സിമം പോകും. അത്രേ കിട്ടുന്നുള്ളൂ ഈ പഞ്ചിന്റെ കാര്യം പറഞ്ഞാൽ. AMD സെയിം ഞാൻ തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത്, എങ്കിലും എനിക്ക് അതിന്റെ ഒരു കുറവ് വരും. അപ്പൊ മൈലേജ് കുറയുന്നുള്ളത് വലിയൊരു പ്രശ്നമായിട്ട് വരികയാണ്. അതുപോലെ നമ്മുടെ ഈ ഒരു വാഹനത്തിന്റെ പ്രധാനമായിട്ടും ഫ്യൂവൽ പമ്പ്, ആ ഒരു രീതിയിൽ ഫ്യൂവലായിട്ട് മുങ്ങിക്കിടക്കുന്ന സാധനങ്ങൾ, അതുപോലെ ഈ പെട്രോളിന്റെ ആയിട്ട് ടച്ച് ചെയ്യുന്ന ഭാഗങ്ങൾ, അവിടെയുള്ള പ്ലാസ്റ്റിക്, അതുപോലെ റബ്ബറൊക്കെ ദ്രവിക്കാനുള്ള കാര്യം, അത് ഇപ്പൊ എനിക്കൊരു വേറൊരു വാഹനം i10 ഒരു പഴയ വാഹനമുണ്ട്. അപ്പൊ അതിന്റെ ഫ്യൂവൽ പമ്പ് ഞാൻ മാറ്റേണ്ടി വന്നു. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പലർക്കും അനുഭവപ്പെടുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. അപ്പൊ ഇത് ഈ എത്തനോൾ എന്നുള്ളത്, അതായത് ഈ E20 ഫ്യൂവൽ എന്നാണ് പറയുന്നത്. ഈ 85 ഫ്യൂവൽ എന്നേ പറയാൻ പറ്റുള്ളൂ, പെട്രോൾ എന്ന് പറയാൻ പറ്റില്ല. ഈ 85 ഒക്കെ ഇനി വരുന്ന വർഷങ്ങളിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഈ 100ലേക്ക് ബ്രസീലാണ് ഇപ്പം പ്രധാനമായിട്ട് ഈ 100 ഫ്യൂവൽ പൂർണ്ണമായിട്ടും ഉപയോഗിക്കുന്ന രാജ്യങ്ങളിലൊന്ന് ബ്രസീലാണ്. അപ്പൊ നമ്മുടെ വാഹനത്തിന്റെ സെൻസർ അത് എത്ര ശതമാനം എത്തനോൾ ആണ് ഉള്ളത് എന്ന് സെൻസർ കണ്ടുപിടിക്കുകയും അതിനനുസരിച്ച് വാഹനം പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അപ്പൊ അതാണ് ഇതിന് വരാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഒരു വാഹനം, നമ്മുടെ ഇന്ത്യക്കാർക്ക് പ്രിയപ്പെട്ട മാരുതിയുടെ വാഗണാർ ഇപ്പോൾ ഈ എത്തനോൾ E10 മുതൽ ഈ 100 വരെ അത് മാനേജ് ചെയ്യുന്ന രീതിയിൽ ഉള്ള ഒരു വാഗണാർ ഇറക്കിയിട്ടുണ്ട്. അതായത് മാനുവൽ മോഡൽ നമുക്ക് കിട്ടുള്ളൂ. ഇത് വാണിജ്യാടിസ്ഥാനത്തിലാണ്. കമ്പനികൾ, ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, അതുപോലെയുള്ള മാർക്കറ്റ് വിഭാഗത്തിലാണ് ഇപ്പോൾ ഇത് ഇറങ്ങി തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് ഇറങ്ങുന്നത് മാനുവൽ മോഡലാണ്. ZXi ടോപ്പ് മോഡലാണ്, വാഗണാറിന്റെ ടോപ്പ് മോഡലാണ് കിട്ടുന്നത്. ഇതിന് സാധാരണ വാഗണാറിനെക്കാളും 86,000 രൂപയിൽ വില കൂടുതലുണ്ട്. അപ്പൊ നമുക്കിത് 8,20,000 രൂപയ്ക്കാണ് ഓൺ റോഡ് കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു പ്രൈവറ്റിൽ നമുക്ക് പേഴ്സണൽ സിംഗിൾ യൂസിന് അധികം ആരും തന്നെ ഈ വാഹനം എടുത്തിട്ടില്ല. കുറച്ച് വാണിജ്യാടിസ്ഥാനത്തിലുള്ള വാഹനങ്ങൾ മാത്രമേ ഇറക്കിയിട്ടുള്ളൂ. വരുന്ന വർഷങ്ങളിൽ എനിക്ക് തോന്നുന്നത് ഇത് കൂടുതൽ ഇറങ്ങാനുള്ള സാധ്യതകളുണ്ട്. ഇതിന്റെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൈലേജ് വാഗണാറിന് ഒരു 16 തൊട്ട് 18 വരെ കിട്ടുന്നെങ്കിൽ ഈ ഒരു ഇന്ധനം അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനിപ്പോ 80 രൂപയ്ക്കാണ് ഈ ഒരു പെട്രോൾ എന്ന് പറയാൻ പറ്റില്ല, ഈ ഒരു ഫ്യൂവൽ കിട്ടുന്നതെങ്കിൽ, ഈ 85 കിട്ടുന്നതെങ്കിൽ അതിനൊരു 12 തൊട്ട് 14 വരെ മാത്രമേ മാക്സിമം മൈലേജ് കിട്ടുകയുള്ളൂ. അപ്പൊ ഏകദേശം ഒരു 4 കിലോമീറ്റർ മൈലേജ് കുറവ് വരും. കാരണം ഇതിന്റെ ഊർജ്ജ ഉൽപാദനം വളരെ കുറവാണ്. കമ്പയർഡ് ടു പെട്രോൾ നോക്കുകയാണെങ്കിൽ എത്തനോളിന്റെ ഊർജ്ജോൽപാദനം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു
വാഹനത്തിൽ മൈലേജ് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ മറ്റുള്ള എഞ്ചിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. പക്ഷെ മൈലേജ് കമ്പയർഡ് ടു അതർ വെഹിക്കിൾ കുറവായിരിക്കും എന്നുള്ളതാണ്. പിന്നെ ഇത് 1.2 ലിറ്റർ K12N എഞ്ചിനാണ് വരുന്നത്. E20 മുതൽ E100 വരെ പെട്രോൾ ഇതിനകത്ത് ഉപയോഗിക്കാം. അതിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള 90 bhp പവറിലും 113 Nm ടോർക്കിലുമാണ്. 2027 ലാസ്റ്റിലേക്കൊക്കെ 5000 E85 ഫ്യൂവൽ സ്റ്റേഷനുകൾ നമുക്ക് ഇന്ത്യയിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു വാഗണാറിലുള്ളത് നിങ്ങൾക്കിപ്പോൾ നമുക്കിവിടെ ഒന്നും അവൈലബിൾ അല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. 7-inch ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം, സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾ, ഇതെല്ലാം ഈ വാഹനത്തിൽ അവൈലബിൾ ആണ്. ഒരു വാഗണാർ ടോപ്പ് മോഡലുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് അവൈലബിൾ ആണ്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൈലേജിന്റെ ഡ്രോപ്പാണ്. അപ്പോൾ വരുന്ന വർഷങ്ങളിൽ നമുക്ക് എനിക്ക് തോന്നുന്നത് ഗവൺമെന്റ് ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അതായത് E20 ഇപ്പം നമ്മുടെ പഴയ വാഹനങ്ങളൊക്കെ, ഇപ്പം എൻ്റെ ഈ പഞ്ചാണെങ്കിൽ പോലും 2022 മോഡലാണ്. ഇതിനകത്ത് അവർ പറയുന്നതനുസരിച്ച് 2023 ശേഷമുള്ള വാഹനങ്ങൾ മാത്രമേ E20 അതിനകത്ത് വർക്ക് ചെയ്യുള്ളൂ, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ E10 കൂടെ അവൈലബിൾ ആക്കണം. ശരിക്കും പറഞ്ഞാൽ E85 വന്നാലും E10 മുതലുള്ള പെട്രോളുകൾ അവൈലബിൾ ആക്കണം. ഇപ്പം ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തു, 1-2 ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ ഇന്ത്യൻ ഓയിൽ കമ്പനിയിലുള്ള XP100 എന്നുള്ള പെട്രോൾ, അപ്പോൾ ഇന്ത്യൻ ഓയിൽ കമ്പനിയിൽ ഈ 100 പെട്രോൾ, അതായത് പെട്രോൾ പൂർണ്ണമായിട്ടും നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള അവൈലബിൾ ആണ്. പക്ഷെ അതിനകത്ത് 1 ലിറ്ററിന് 160 രൂപയാണ് വിലയുള്ളത്. അപ്പം നമുക്ക് സാധാരണ ഡെയിലി ഡ്രൈവേഴ്സിനൊന്നും അത് അത്ര യൂസ്ഫുൾ അല്ല. പക്ഷെ വാഹനം നിർത്തിയിടുകയാണെങ്കിൽ നമുക്കൊരു 500 രൂപ 1000 രൂപയ്ക്കൊക്കെ അടിച്ച് അത് പൂർണ്ണമായിട്ടും 160 റുപ്പീസിന്റെ പെട്രോളിലേക്ക് മാറുകയാണെങ്കിൽ, നിർത്തിയിടുന്ന വാഹനങ്ങൾക്കാണെങ്കിൽ 2 ആഴ്ചയ്ക്ക് ഒരിക്കലൊക്കെ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് വലിയ കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്നുവെച്ചാൽ എഞ്ചിന് വലിയ പ്രശ്നമില്ലാതെ, റബ്ബർ പാർട്സിന് വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് ദീർഘകാലം ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷെ ഡെയിലി നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന വാഹനങ്ങളൊക്കെ ആണെങ്കിൽ അത് സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫ്ലെക്സ് ഫ്യൂവലിന്റെ കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയുമെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദി ബെസ്റ്റ്.